നമസ്കാരം. തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ മനോരമ മാക്സിൽ സ്ട്രീം ചെയ്യുന്ന മന്ദാകിനി, അൽതാഫ് സലീം, അനാർക്കലി മരിക്കാർ, വിനീത് തട്ടിൽ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്ന ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സംവിധാനം ചെയ്തിരിക്കുന്നത് വിനോദ് ലീലയാണ്. ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തമാശയിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് മന്ദാകിനി എന്ന ചിത്രം. ആരോമലാണ് ചിത്രത്തിലെ നായക കഥാപാത്രം. അമ്മ ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നു. ആരോമലും അമ്പിളിയും തമ്മിലുള്ള വിവാഹ ദിവസമാണ് ചിത്രത്തിന്റെ പശ്ചാത്തലമായി വരുന്നത്. ആദ്യ രാത്രി ഒരല്പം ധൈര്യം കിട്ടാൻ അളിയൻ ആരോമലിനോട് മദ്യം കഴിക്കാൻ പറയുന്നു. അതിനുവേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തുന്നു. പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെയൊന്നും അല്ല മുന്നോട്ട് പോകുന്നത്. തുടർ സംഭവങ്ങളാണ് ചിത്രം പറയുന്നത്. വിവാഹം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയായി മലയാളത്തിൽ തന്നെ തമാശ ചിത്രങ്ങൾ മുന്നേയും വന്നിട്ടുണ്ട്, വിജയിച്ചിട്ടുമുണ്ട്. ഇവിടെയും തമാശ കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങളും കഥാപാത്രങ്ങളും ഉണ്ട് എന്നല്ലാതെ തമാശ കൊണ്ടുവന്ന് വിജയിപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. കൗണ്ടറുകൾ അവിടെയൊക്കെ ആയിട്ട് കുറേ വരുന്നുണ്ട്, എങ്കിലും തമാശ എന്നതിലേക്ക് എത്താതെ പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അൽതാഫ് സലീമാണ് ആരോമൽ എന്ന കഥാപാത്രമായി എത്തുന്നത്. ചെറിയ വേഷങ്ങളിൽ വന്ന് ഒട്ടേറെ ചിരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള നടൻ കൂടിയാണ്. ഇവിടെയും അദ്ദേഹത്തിൻ്റെതായ സ്റ്റൈലിൽ സംഭാഷണങ്ങളും ആക്ഷനും ഒക്കെയായി ചിരി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. പലയിടത്തും കൺവിൻസിംഗ് ആയി ആ കഥാപാത്രത്തെ കൊണ്ടുപോകാൻ പോലും കഴിഞ്ഞതായിട്ട് തോന്നിയില്ല. പല കൗണ്ടറുകളും വരുമ്പോൾ സമയം കൂട്ടാൻ മാത്രമാണോ ഇതൊക്കെ കൊണ്ടുവന്നത് എന്ന ചോദ്യം മാത്രം ബാക്കിയാവുന്നു. അമ്പിളി എന്ന കഥാപാത്രമായിരുന്നത് അനാർക്കലി മരിക്കാറാണ്. ഈ കഥാപാത്രത്തിന്റെ രണ്ട് അവസ്ഥകൾ സിനിമ പറയുന്നുണ്ട്. ഒരു ഓക്കെ പ്രകടനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആരോമലിന്റെ അളിയൻ കഥാപാത്രമായാണ് വിനീത് തട്ടിലെത്തുന്നത്. ചില മൊമെന്റ്സിലെങ്കിലും സിനിമയെ ഓർഗാനിക്കായി കൊണ്ടുപോകുന്നത് വിനീതിന്റെ പ്രകടനം കൊണ്ടുകൂടെയാണ്. രണ്ടാം പകുതി എത്തുമ്പോൾ ആ ഒരു ഒഴുക്കും നഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയാം. അതായത് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എന്ന് നമുക്ക് പ്രേക്ഷകർക്ക് തോന്നുമെങ്കിലും കഥാപാത്രത്തിന് അങ്ങനെ ഒരു സാഹചര്യമാണ് എന്നുള്ള ഭാവമൊന്നും ഇല്ല എന്നതുപോലെ സംവിധായകൻ അങ്ങനെ തന്നെ ഉദ്ദേശിച്ച് ചെയ്തതാകാം. പക്ഷേ കഥയിലൊരു സിങ്ക് ഫീൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. ആരോമലിന്റെ അമ്മ രാജലക്ഷ്മി എന്ന കഥാപാത്രമായാണ് സരിത കുക്കു എത്തുന്നത്. നീറ്റായി തന്നെ ആ റോള് ചെയ്തിട്ടുണ്ട്. ജിയോ ബേബി, ജൂഡ് ആന്റണി ജോസഫ്, അജയ് വാസുദേവ്, ലാൽ ജോസ്, അശ്വതി ശ്രീകാന്ത് തുടങ്ങിയവരൊക്കെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. റെലവൻ്റ് ആയ കഥാപാത്രങ്ങൾ എന്ന നിലയിൽ ഫീൽ ചെയ്തത് വളരെ കുറവാണ്. കോമഡി സീക്വൻസിനുള്ള കൂട്ടിച്ചേർക്കലായിരുന്നു ഏറെയും. ഗണപതിയും പ്രാധാന്യമുള്ള ഒരു വേഷത്തിലെത്തുന്നുണ്ട്. സിനിമയുടെ ബേസിക് ഐഡിയ എന്നത് കോമഡിയൊക്കെ കൊണ്ടുവരാനുള്ള പശ്ചാത്തലമുണ്ട്. പക്ഷേ പലയിടത്തും സീനുകൾ ഇങ്ങനെ വലിഞ്ഞു പോകുന്നു എന്നല്ലാതെ കാര്യമായ ചിരിയൊന്നും സമ്മാനിക്കുന്നില്ല. അനാവശ്യമായ വലിച്ചു നീട്ടൽ എന്ന നിലയിൽ മാത്രമാണ് തോന്നിയത്. കഥ അടുത്തൊരു സ്റ്റെപ്പ് എടുക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നതുപോലെ. പാട്ടുകൾ സിനിമയിൽ കൊള്ളാമായിരുന്നു. അതിന്റെ പ്ലേസ്മെന്റ് അത്ര മികച്ച രീതിയിലായി അനുഭവപ്പെട്ടില്ല എങ്കിൽ കൂടെയും മൊത്തത്തിലൊരു കല്യാണ വീടിന്റെ ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിലും സിനിമ വിജയിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഡബ്ബിംഗ് സമയത്ത് കൂട്ടിച്ചേർത്തതാണോ എന്ന് തോന്നിപ്പോയി സിനിമ കണ്ടപ്പോൾ. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. രണ്ടാം പകുതിയിൽ ഒരു കുഞ്ഞു മാസ് പരിപാടിയൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഓവറോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് പടമായി മാത്രമാണ് മന്ദാകിനി എന്ന ചിത്രം അനുഭവപ്പെട്ടത്. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുന്നുവരുന്നു. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.